ലാൽ സാർ വന്ന് ഏതെങ്കിലും ഒരു സീൻ ചെയ്തിട്ട് ലാൽ സാറിന്റെ പടമായിട്ട് അങ്ങ് മാറും ആ പടം. എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ലാൽ സാറിന് ഒരു ഫൈറ്റ് കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ വന്നിട്ടുണ്ടാവും. അവരെ എൻജോയ് ചെയ്യിപ്പിച്ച് വിടുക. ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ ഭാര്യ മായ പോണ സമയത്ത് ആ ചായ തന്നിട്ട് പോകും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം ഞാൻ നോക്കിയോ മച്ച കൊള്ളാം. ഞാൻ ആക്ച്വലി അഭിനയിക്കാൻ ഒരു പ്ലാൻ ഇങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞു ആക്ച്വലി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പടം കഴിഞ്ഞിട്ട് ഒരു അമ്മച്ചി ഒന്നും എൻ്റെ മോനെ കടിക്കണം മാറി കൊടുക്കുക. ആശീർവാദിന്റെ തിയേറ്റർ എന്തോ ഇനാഗുറേഷൻ ഇവൻ കയറി പോയപ്പോൾ ഇവനെ അവിടെ നിന്ന് എൻ്റെ ബൗൺസേഴ്സ് കയറ്റിയില്ല. അയ്യോ ശരിയാ കേട്ടിട്ടില്ല. ഇല്ല എന്നെ പിടിച്ച് മാറ്റി. ആശിഷിന്റെയും ലാലേട്ടന്റെയും തമ്മിലുള്ള ഒരു അവരുടെ അഭിനയത്തിൽ അല്ലെങ്കിൽ അവരുടെ സിനിമയിൽ സംഭവിച്ച ഒരു ചെറിയൊരു കോയിൻസിഡന്റിന്റെ കാര്യം. ലാലേട്ടൻ ജസ്റ്റ് ഫസ്റ്റ് സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ പോലെ വന്ന് പോയി. ഇദ്ദേഹം അതെ അങ്ങനെ തന്നെ ചെയ്തു. രണ്ടാമത്തെ പടത്തിൽ വില്ലനായിട്ടാണ് വന്നു ഇദ്ദേഹം. ആഹാ ദൈവമേ. വെൽക്കം ആശിഷ്, ബോബി ചേട്ടാ, ജൂഡ് ചേട്ടാ. താങ്ക് യു. വലിയ സന്തോഷത്തിൽ ഞാൻ പെട്ടെന്ന് കടന്നു കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഓക്കെ. വലിയ സന്തോഷത്തിലാണെന്നറിയാം. തുടക്കം എല്ലാവരും തുടക്കം ഗംഭീരായി, പ്രേക്ഷകരെ ഏറ്റെടുത്തു. അതിലെ തുടക്കം കിട്ടിയെങ്കിലും ആൾക്കാരുടെ ഒരു വെറുപ്പോട് കൂടിയിട്ട് കാലെടുത്ത് വെച്ച ആളാണ്. നമുക്ക് ആദ്യം ഇവിടുന്ന് തുടങ്ങാം. എങ്ങനെ കിട്ടുന്ന റിയാക്ഷൻ ഒക്കെ? ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി. വൺ വേർഡോ ഇത് പറ്റില്ല, ജൂഡ് ചേട്ടാ ഇത് പറ്റൂല. ഭയങ്കര സന്തോഷം എന്നാണ് നീ പറഞ്ഞത്. കുറച്ചും കൂടി പറയാം എന്തെങ്കിലും. അല്ല റെസ്പോൺസ് എങ്ങനെയായിരുന്നു പറ? ഭയങ്കര ഓവർവെൽംഡ് ആയിരുന്നു. റെസ്പോൺസസ് കേട്ടപ്പോഴും കണ്ടപ്പോഴും ഒക്കെ ടെൻഷൻ ഉണ്ടായി. ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ വർക്ക് ആവുമെന്ന് ഇല്ലോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ എല്ലാം ഒത്തു വന്നപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആ ക്രെഡിറ്റ്സ് ഗോസ് ടു നമ്മുടെ ഡയറക്ടർ ബോബിച്ചാണ്. ഈ ആശിഷല്ലേ ഇത്രയും ക്രൂരനായ ഒരു വില്ലൻ ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു? ഇല്ല ആക്ച്വലി ഞാൻ ആശിഷിനെ മറ്റേ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. ഞങ്ങൾ ചർച്ച വന്നു ഇങ്ങനെ ഒരു വില്ലൻ ആരായിരിക്കും. അപ്പം ആനച്ചേട്ടൻ ഞാൻ പറഞ്ഞു എനിക്ക് ആശിഷിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ആശിഷ് എന്നെ കാണാൻ വേണ്ടി അങ്കമാലിൽ ഞങ്ങളൊരു ഹോട്ടലിൽ മീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ആശിഷിൻ്റെ ആ മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി, പിന്നെ അവൻ്റെ കണ്ണുകൾ എനിക്ക് ഭയങ്കര എക്സ്പ്രസീവാണ്. അപ്പോൾ ഒരു നല്ലൊരു ആക്ടർക്ക് ബേസിക്കലി കണ്ണ് ഉണ്ടായത് തന്നെ അടിപൊളിയാണ്, ഹൈറ്റും. അപ്പോൾ ഞാൻ ആനച്ചേട്ടൻ ചേട്ടാ ഇവൻ അടിപൊളിയാണ്, നമുക്ക് അവനെ ശരി. എന്നിട്ട് ഞാൻ ഹൈറ്റും ഉള്ള ലുക്കുള്ള. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു ആശിഷിനോട് എന്തെങ്കിലും ആക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ. ആശിഷ് അവൻ തന്നെ സ്വയം ഷൂട്ട് ചെയ്ത ഒരു ചെറിയ കുഞ്ഞ് ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ആളിൽ സാധനമുണ്ട്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഫ്ലോറിൽ മായനെയും ആശിഷിനെ വെച്ച് ഞാൻ ഒരു സീൻ വെറുതെ കാണിക്കാൻ പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ ഭാര്യ ഏതോ ഒരു പെട്ടി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് ഭാര്യ പെട്ടി അന്വേഷിക്കുന്നു. അപ്പോൾ ഭർത്താവ് അങ്ങനെ എന്തോ സീനാണ്. അപ്പോൾ ഇവൻ കയ്യിൽ നിന്നൊക്കെ ഇട്ടു കുറേ സാധനങ്ങൾ. അതായത് ഇവള് പറഞ്ഞ ഞാൻ പിണങ്ങി പോവാണ്, എനിക്ക് മതിയായി. അപ്പോൾ ഇവൻ ആദ്യം എന്തോ ഒരു ചായ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സീൻ്റെ ബിഗിനിങ്. എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചായ ഇടയ്ക്കാണ് വഴക്കുണ്ടാക്കിയത്. ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ ഭാര്യ മായ പോണ സമയത്ത് ആ ചായ തന്നിട്ട് പോകും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയോ മച്ച കൊള്ളാം. അപ്പോൾ ബേസിക്കലി ഒരു ആക്ടറാണെന്ന് മനസ്സിലായ പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നെ ബിൽഡ് ചെയ്ത് എന്താ പറയുക ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ആശിഷ്. ആദ്യം മുതൽ പടത്തിൻ്റെ ഫസ്റ്റ് ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ ആശിഷ് ചേട്ടാ ഞാൻ ഇന്ന പടം കണ്ടു, അതിൽ വില്ലൻ ഇങ്ങനെയാണ്, ഡ്രഗ്സ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ പല അപ്പോൾ അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ പടങ്ങളൊക്കെ കാണുന്നു, വില്ലന്മാരെങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് പണി ഭയങ്കര എളുപ്പമായിരുന്നു. ഓൾറെഡി ആശിഷിൻ്റെ മനസ്സിലൊരു അവനെന്താ ചെയ്യണമെന്നുള്ള കൃത്യമായ ധാരണയായിട്ട് വന്നിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് കൊടുത്താൽ മതി, മീറ്റർ പിടിച്ച് കൊടുത്താൽ മതി. ആശിഷ് കുറച്ച് കൂളിടാണെങ്കിൽ അത്ര വേണ്ടെന്ന് പറയും, ചില സീനിൽ കുറച്ച് കൂട്ടിക്കോന്ന് പറയും. അത് നമ്മളിങ്ങനെ ട്യൂൺ ചെയ്താൽ നല്ല രസമായിരുന്നു. അതായത് ആരും വിശ്വസിക്കില്ല അത് ആശിഷാണ് അത് ചെയ്തതെന്ന്. ആശിഷിന് അറിയാവുന്ന ആരും വിശ്വസിക്കില്ല, കാരണം അത്രയും പാവമാണ് ആശിഷ്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയപ്പോ എല്ലാവരും ഞെട്ടിപ്പോയി. എന്റെ ഫ്രണ്ട്സ് ദുബായിൽ നിന്നും കുറച്ച് പേര് വന്നിരുന്നു, പിന്നെ ഇവിടെ നാട്ടിലുള്ളവരും, പിന്നെ എന്റെ ചേച്ചി, അളിയൻ, ഫാമിലിയുള്ള എല്ലാവരും, അമ്മ, എല്ലാരും ഞെട്ടി. ആരും എക്സ്പെക്ട് ചെയ്തില്ല. ഫസ്റ്റ് കിട്ടിയ വീട്ടിൽ നിന്ന് കിട്ടിയ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അമ്മ കരഞ്ഞു. പിന്നെ അമ്മ ഞാൻ സ്വന്തം മോനാന്നുള്ള കാര്യം അതൊക്കെ മറന്നു. ചേച്ചിയും കരഞ്ഞു. പിന്നെ അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അവിടെ വീട്ടില്. പക്ഷെ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. ഈ സംസാരിക്കാതെ വെറും റിയാക്ഷൻസിലൂടെ ഒരാളെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഡയലോഗ് പോലും ഇല്ലാത്തൊരു ഇത്രയും ക്രൂരത കാണിക്കാൻ പറ്റുന്ന ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിലേക്ക് എന്തായിരുന്നു? കാരണം സംഭാഷണം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു വില്ലനിസം കാണിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ. പക്ഷെ അതൊന്നുമില്ല. അപ്പൊ ആ ഒരു സംഭവത്തിന് എങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു? എനിക്ക് അത് സെറ്റ്സില് ഞാനും മാച്ച് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചിരുന്നു. കാരണം ചേച്ചിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി ഡയലോഗ്സിൽ.
അപ്പൊ എൻ്റെ അടുത്ത് എപ്പോഴും പറയും അയ്യോടാ നിനക്ക് രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ ആ രീതിയിൽ അത് എടുത്തിട്ട് ഞാൻ അതൊരു ഓ. വേറെ രീതിയിൽ ആലോചിച്ചെടുത്തോ ഞാൻ രക്ഷപ്പെട്ടുല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഞാനത് എടുത്തത്. ഉം. അപ്പൊ പിന്നെ ത്രൂ ഔട്ട് ഞാൻ ആ ഒരു എനർജിയിലും ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു പിന്നീട് ചെയ്തത്. അറ്റ്ലീസ്റ്റ് ചേച്ചി സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കിത് എളുപ്പമാണല്ലോ എന്നുള്ള പിന്നെ പെട്ടെന്ന് മൈൻഡ് സെറ്റ് മാറി. ആ. പിന്നെ അത് എളുപ്പമായല്ലോ എന്നുള്ള രീതിയിൽ ആലോചിച്ചു തുടങ്ങി. ഓക്കെ. അപ്പൊ അത് ജൂഡേട്ടൻ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ. ഉം. പിന്നെ ഞങ്ങളുടെ DOPs ഉണ്ടായിരുന്നു, അവരെല്ലാരും സഹായിച്ചു. പിന്നെ സെറ്റ്സിലുള്ള എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ബോബി ചേട്ടനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു ഓരോ കാര്യങ്ങളിലും. ഞങ്ങളുടെ ഓരോ സീക്വൻസും ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ ഇമ്പാക്ട് ചെയ്തതായിരുന്നു ഉം. പിന്നീട് ത്രൂ ഔട്ട് ഷൂട്ട്സിലായാലും. അപ്പൊ എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ പറയോടാ നീ ഇത്ര ദേഷ്യപ്പെട്ടൊന്നും അല്ലാതെ നിക്കണ്ട, കാരണം കട്ട് ചെയ്യുമ്പോഴും ഞാൻ പിന്നെ ആരുടെ അടുത്ത് മിണ്ടിയില്ല. ഷോട്ട് കഴിഞ്ഞിട്ട് മിണ്ടില്ല. ജോബു ക്യാരക്ടറിൽ നിന്ന് കൊടുത്തില്ലോ. ഞാൻ പറയുന്നത് ഷോട്ട് കഴിഞ്ഞിട്ട് നീ അത് വിട്ടണം. അങ്ങനെ ഞാൻ സെക്കൻഡ് ഡേ നമ്മുടെ ഷൂട്ട് തുടങ്ങി 2-ാം ദിവസം Fight എടുത്തത്. ഞാനും ജോബു തമ്മിലുള്ള ഫസ്റ്റ് ഫൈറ്റ് വരുന്നു. ഞാൻ അന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു യുവർ ക്യാരക്ടർ ഇസ് ഗോയിങ് ടു വർക്ക്. അന്ന് ഞാൻ പ്രിഡിക്റ്റ് ചെയ്തത്. നമുക്ക് പെർഫോമൻസ് കൂടെ ചെയ്യുമ്പോൾ അറിയാം. അതെ, അതൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ ഒരു ആക്ടറാണ്, ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ചേട്ടനെ അതെ, പിന്നെ മനസ്സിലായില്ലേ നടുക്കിലിരുത്തിയത്? പണി പിന്നെ എന്താ ഭയങ്കരല്ലായിരുന്നു. അത് അതിലും വലിയ വില്ലൻ. ആ ഉഗ്രനായിരുന്നു. ഒരു വില്ലനെ മറ്റൊരു വില്ലനെ റേറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞല്ലോ ജോക്കു ഇപ്പൊ എന്താണെന്നുള്ളത് പടം ഇറങ്ങിയപ്പം തന്നെ ഇപ്പൊ ജോക്കിന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിയാൽ മതി. 45K ഫോളോവേഴ്സ് ആയി 2 ദിവസം കൊണ്ട്. ദാറ്റ് മീൻസ് പീപ്പിൾ അഡോർ ഇറ്റ്. ഒരാളെ കാരണം ഞാനത് പണിയിൽ ഫെൽറ്റ് ചെയ്തത്. നമുക്കൊരു ക്യാരക്ടർ വർക്ക് ആകുമ്പം ഓഡിയൻസ് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതിന്റെ അനദർ എക്സാമ്പിളാണ് ജോക്ക്. രണ്ടുപേരുടെ തുടക്കം കുറിച്ചൊരു പടം, അതിലൊരു മെയിൻ പാർട്ടാവുന്നു. ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ആദ്യം തന്നെ കോംപ്ലിമെന്റ് അല്ല, ബിഗ് താങ്ക്സ് ടു ജൂഡ്. കാരണം കൊടുത്ത കാശ് മുതല എല്ലാവർക്കും ഞാൻ പറഞ്ഞു അല്ല ഇതെന്താ എണ്ണി എണ്ണി വാങ്ങിച്ചതിനെല്ലാം പറഞ്ഞു. ഇതൊരു പ്രൊജക്ട് ഡിസൈൻ ആകുമ്പം ഒരുപാട് ആക്ടേഴ്സിന്റെ ഫേസസ് ഉറപ്പായിട്ട് ഒരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യും. അപ്പൊ അതില് നമ്മൾ ചോസൺ ആവുക എന്ന് പറയുന്നത് ചെറിയ കാര്യം. അതെന്ത് ക്യാരക്ടറായിട്ട് വില്ലനാണേലും സപ്പോർട്ടിങ് ക്യാരക്ടർ ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിങ് ആക്ടർ ഇൻ ദിസ് മൂവി. ഞാൻ ജോക്കിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാളായിട്ട്. അപ്പം അതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് സിനിമയിൽ. അത് സിനിമയിൽ ഇമ്പാക്ട് ചെയ്തു, സീൻസിൽ ഇമ്പാക്ട് ചെയ്തു. അതിന്റെ എല്ലാ ക്രെഡിറ്റും ഈ മനുഷ്യനുള്ളതാണ്. ഇപ്പൊ ജോക്കുവിന്റെ ആണെങ്കിലും ഇപ്പൊ പറഞ്ഞ സൈലന്റ് ആയിട്ടുള്ള ഒരു വില്ലനെ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അയാളുടെ റിയാക്ഷൻസിലൂടെയും എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ അത്രയും പവർഫുൾ ആയത് എനിക്ക് തോന്നുന്നത് ജൂഡിന്റെ ബുദ്ധിയാണ്. കാരണം ഒരുപാട് ഡയലോഗ് ഇപ്പൊ ഞാൻ കിടന്ന് ഒരുപാട് കുറയ്ക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇയാളോട് അല്ല അത് ഭയങ്കര ബ്രില്യൻസ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ വർക്കായത് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഇയാള് ഇപ്പൊ ലാസ്റ്റ് ഒരു സീനുണ്ട്, ഇവൻ സംസാരിക്കുന്ന ഡയലോഗ് പറയുന്നത് ഞാൻ അന്നും വിട്ടു നോക്കുന്നത് ഇവൻ മിണ്ടുന്നത് അതുവരെ ഞാനും കേട്ടിട്ടില്ല ഇവൻ മിണ്ടുന്നത്. ഇവന്റെ ആകെ ഞാൻ അറിഞ്ഞുള്ള ഇവന്റെ കൈയും കാലും കൊണ്ടുള്ള. അതെ, കാരണം അശ്വിൻ മാത്രമാണ് കേട്ടത്, ലൈക്ക് ഓഫ് സ്ക്രീൻ. ഓൺ സ്ക്രീനിൽ ഞാൻ സംസാരിക്കുന്നില്ലെങ്കിലും ഓഫ് സ്ക്രീനും ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അശ്വിൻ പറയുന്നുണ്ട് ബോബിച്ചേട്ടൻ്റെ അടുത്ത്, ലൈക്ക് അശ്വിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഓഫ് സ്ക്രീൻ ഞങ്ങൾ സംസാരം ഉണ്ടെങ്കിലും ഓൺ സ്ക്രീനിലില്ല. ഈ പറഞ്ഞല്ലോ സൈലൻസ് എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു, അത് ബോധപൂർവ്വമുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്ക് ഡൗട്ട് വരുമല്ലോ ഇദ്ദേഹം സംസാരിക്കുവോ ഇല്ലയോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇപ്പോൾ ആദ്യം നമ്മുടെ സിനിമയിൽ ആദ്യത്തെ വേർഷനിൽ ഇയാൾക്കൊരു പാസ്റ്റ് ഇയാളുടെ കഴിഞ്ഞ ഇയാൾ എന്താണെന്ന് കാണിക്കുന്നൊന്നുമില്ലായിരുന്നു. ഇയാൾ ഒരു എന്താ പറയുക പെൺകുട്ടികൾ കാണുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്ന ഒരു സാധാരണ ഒരു വില്ലനായിരുന്നു. അപ്പോൾ ശരിക്കും ആനന്ദിച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ജൂഡ ഇത് നമുക്ക് ഈ വില്ലനൊരു പാസ്റ്റ് അല്ലെങ്കിൽ വില്ലൻ എന്താണെന്ന് കാണിച്ചാൽ കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കില്ലേ, അയാൾ കുറച്ചും കൂടി ഒരു ഭയങ്കര പേടി തോന്നുന്ന ഒരാളായി കുറച്ചും കൂടി പടം വർക്കാവില്ലേ എന്ന് ചോദിച്ചു ആനന്ദിച്ചൻ. അപ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ ഇവനെ ഒരു വാടക കൊലയാളി, ഒരു റേപ്പിസ്റ്റ്, അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത ഒരു വില്ലനാക്കി. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് പറയാൻ എനിക്ക് കുറച്ച് സമയം എടുക്കാൻ പറ്റുള്ളൂ. ഈ പടത്തിൽ കുറച്ച് സമയം മാത്രമേ അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഡയലോഗുകളൊക്കെ പറഞ്ഞ് കുറേ സീൻ വലുതാക്കിയിട്ട് ഒരു കാര്യമില്ല. അതിനുമ്പോൾ അത് അവനെ കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന രീതിയിലാണ് ആ ക്യാരക്ടർ അങ്ങനെ ആക്കിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പടത്തിൽ ഒരാൾ മൊത്തം അഭിനയിച്ചത് ഫസ്റ്റ് പടമാണ്, മൊത്തം അഭിനയിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ
ഇയാൾ മലയാളിയാണോ, ഇയാൾ എന്ത് ഭാഷക്കാരനാണ്, ഇയാൾ ഊമയാണോ എന്നൊക്കെ സംശയം തോന്നാതിരിക്കാനാണ് അവസാനം ഒരു ഡയലോഗ് കൊടുത്തത്. പക്ഷേ ഈ ആദ്യം മുതൽ ചിലപ്പോൾ ജിത്തു ബോംബെയിൽ ഹിന്ദി പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബസ്സിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ചായക്കട ചെന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ, വന്ന് നാട്ടിൽ നിന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത്ര പേടി തോന്നില്ലായിരുന്നു. അപ്പം എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സമയം ജോക്കിനോട് ഞാൻ പറഞ്ഞു, എടാ എനിക്ക് തന്നെ പേടിയാവുന്നു. അത് ചില ഷോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ പടച്ചോനെ ഇവന് ഞാൻ അവരോട് പറഞ്ഞു, പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പടം കഴിഞ്ഞിട്ട് ഒരു അമ്മച്ചി വന്ന് നിന്റെ മോനെ കടിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. കിട്ടിയോ? ഞാൻ പലരെയും നോക്കി, പക്ഷെ ആരും, അതായത് ഇവനെ കാണുമ്പോൾ പേടി അത് തോന്നാത്തതുകൊണ്ട് ആരും ചെയ്തില്ലെന്ന്. ഈ 2 സ്റ്റാർ കിഡ്സിനെ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന സംഭവത്തിൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ചേട്ടനത് എത്രത്തോളം സമ്മർദ്ദമായിരുന്നു? ഇല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്നെ വെല്ലുവിളിച്ചാലാണ് എനിക്ക് പടഞ്ഞാൽ മൂട് വരുള്ളൂ എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ 2012 ചെയ്യുന്ന സമയത്തും ഇതുപോലെ എല്ലാവരും ഇങ്ങനെയൊന്നും പടം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫ്ലഡ് ബേസ് ചെയ്തൊരു മലയാള സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. ഒരു DOP എന്നോട് പറഞ്ഞത് ഇമ്പോസിബിൾ ആണ്, ഈ സിനിമ ഷൂട്ട് ചെയ്യാനേ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇന്ത്യയിലൊരു വലിയ DOP. അപ്പോൾ അതെനിക്ക് ഭയങ്കര വാശിയാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് ചെയ്യാം, ആ മൂടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് എന്തെങ്കിലും പണിവാളിയാ എൻ്റെ ജീവിതം കൊഞ്ഞട്ടെ ആവും. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളി ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു രസമുള്ളൂ. രാവിലെ എല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് നീ സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മൂഡ് വരില്ല. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവരും ഇതെടുത്ത് കാണിച്ചാൽ സമ്മതിക്കാം, ആ മൂടായിരുന്നു. കാരണം ഞാൻ കഥ പറയുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് വൻ റിസ്ക് ആണ്. കാരണം ഞാൻ 4 വർഷം എടുത്തിട്ടാണ് 2012 ചെയ്തത്. ഒരു കണക്കിനാണ് അതിനെ കുറിച്ച് നല്ല പേരൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ ഒന്നുകിൽ ഇത് എന്താ പറയുക, ഞാൻ വേണ്ട ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാം, കൊടുക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ ലാൽ സാറിൻ്റെ ഫാമിലിയിൽ നിന്ന് അവർക്ക് ആരെ വേണമെങ്കിലും വിളിച്ചാൽ ഒരു ഇഷ്ടംപോലെ ഫിലിം മേക്കേഴ്സിനെ അവർക്കറിയാം, അവരുടെ പേഴ്സണൽ ബന്ധമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരെന്നെ വിളിച്ചപ്പോൾ അവർ കാണിച്ചൊരു വിശ്വാസം ഉണ്ടല്ലോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ എന്തായാലും കാണിക്കണ്ടേ. പിന്നെ ഞാൻ ലക്കിയായിരുന്നു, കാരണം എൻ്റെ അടുത്ത് വന്ന എല്ലാവരും, ഈവൻ ബോബിച്ചേട്ടനായാലും സായി ചേട്ടൻ, മനോജ് ചേട്ടൻ, അങ്ങനെ പടത്തിൽ ബാക്കി വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര കംഫർട്ടബിൾ. അവരെല്ലാവരും ഈ പറഞ്ഞ ആശിഷിനെയും മായനെയും സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം എൻ്റെ പണി വളരെ കുറവായിരുന്നു. പിന്നെ മായ ഗംഭീര ആക്ട്രസ്സാണ്, ആശിഷ് നല്ല ആക്ടറാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര റിസ്കിലേക്കൊന്നും പോകേണ്ടി വന്നില്ല. ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഹാപ്പി, പരിപാടി ഓണാണ്, ഇനി അവർ ചെയ്തോളും എന്ന മൂടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ചേച്ചി ഉണ്ടായിരുന്നു, ആനന്ദ ചേട്ടൻ ഉണ്ടായിരുന്നു കൂടെ, ഫുൾ ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാൽ സാർ നമ്മുടെ പടത്തിലുണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയേക്കാളും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത ഒരു പടമായിരുന്നു. പടത്തിൻ്റെ ഫൈനലോട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒന്നും പേടിക്കാനില്ല, സേഫാണ് എന്ന് മനസ്സിലായി. ഇപ്പൊ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. നമ്മളെ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് ഒരു കുടുംബചിത്രം എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഫാമിലി സെറ്റപ്പ് ആണോ? അത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു കുടുംബചിത്രമാണ്. അപ്പം എല്ലാ ദിവസവും ലൊക്കേഷനിൽ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. മറ്റേ ആശിഷിൻ്റെ ചേച്ചിയും മറ്റേ അവൻ്റെ ഫാദറും മദറും ഉണ്ടായിരുന്നു. ലാൽ സാറ് ചേച്ചി ഉണ്ടായിരുന്നു, മായ ഉണ്ടായിരുന്നു, ബോബിച്ചേട്ടൻ ഫാമിലിയായിട്ട് ഒരു സംബന്ധമില്ല. അപ്പം എല്ലാവരും കുടുംബമായിട്ട്. അപ്പം അങ്ങനെ ഒരു കുടുംബചിത്രം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ തെറ്റിദ്ധാരണ എന്തായാലും അല്ലല്ല, ഇതൊരു ഫാമിലി പടം തന്നെയാണ്. ഞാനത് വെറുതെ തമാശ പറഞ്ഞതാണ്. ഇതൊരു ഫാമിലി സിനിമ തന്നെയാണ്. എന്താ പറയുക, നമ്മളൊരു കുടുംബചിത്രം എന്ന് പറയുന്നത് ഒരു ബേസിക്കലി നമുക്ക് 2 രീതിയിൽ കഥ പറയാം. ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തൊരു കഥ പറയാം. അപ്പോൾ സിറ്റുവേഷൻസ് കുറേ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ പടം പറഞ്ഞിരുന്ന ഒരു ഫാമിലി, അത് ശരിക്കും ആ ഫാമിലി സംഭവിച്ചൊരു ഇതാണ് കുടുംബചിത്രം. പിന്നെ അത് ഫാമിലി ഡ്രാമ എന്ന് പറയുന്നതിൽ കുറച്ച് ആക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വൈശാഖേട്ടനൊക്കെ ഈ പടത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ചിന് വന്ന സമയത്ത് ഒരു ഫീമെയിൽ സെൻട്രിക് ആക്ഷൻ പടമാണ് മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ് കൊടുത്തു. അപ്പോൾ അത് ഇച്ചിരി ഓവറായിരുന്നു. അത്രയും ആക്ഷൻ സീക്വൻസ് ഈ പടത്തിലില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ബിൽഡപ്പ് കൂടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ അത്രയൊന്നുമില്ല, ഫൈറ്റുണ്ട്. കാരണം അത് അങ്ങനെ വന്ന് കാണുമ്പോഴേ സിനിമ ഇഷ്ടമുള്ളൂ. അതുപോലെ ആശിഷിൻ്റെ ഡ്യൂപ്പായിട്ട് വന്ന് ബോംബെന്ന് എന്തോ വന്നതാണ്. അവനിതുപോലെ ഏതോ ഒരു ഷോട്ടിൽ എന്തോ ഒരു ഷോട്ടിൽ എന്തോ യൂസ് ചെയ്തുള്ളൂ. അവനൊക്കെ വെറുതെ ഇരിക്കുമായിരുന്നു, ഡ്യൂപ്പുകളൊക്കെ വെറുതെ ഇരിക്കുക. അതിഗംഭീരമായിട്ട് അതിന്റെ കൊറിയോഗ്രാഫി ഞങ്ങളുടെ സിൽവ മാസ്റ്റർ ആ കൊറിയോ, ഈവൻ ആ ഇൻട്രൊഡക്ഷൻ സിൽവ മാസ്റ്റർ വന്നോണ്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട്. ഗുരുനാഥനെ കൊന്നിട്ട് പടം തുടങ്ങുന്നത് സിൽവ മാസ്റ്ററെ കൊന്ന് എനിക്ക് ഭയങ്കര ഒരു കാര്യമായിരുന്നു. കാരണം മാസ്റ്ററിനെ എല്ലാവർക്കും അറിയാലോ, ഭയങ്കര അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു, ലൈക്ക് നമ്മളെല്ലാരും സൗത്തിൽ എസ്പെഷ്യലി ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഞാനൊക്കെ കുഞ്ഞിലെ കണ്ട് ജില്ലൊക്കെ കണ്ട് വന്ന് നമുക്കൊക്കെ ആ ഒരു അഡ്മിറേഷൻ ഉണ്ട്. പിന്നെ യാനിക് ബെൻസോ എന്ന് പറഞ്ഞാൽ പിന്നെ വേൾഡ് വൈഡ് ഫേമസ് ആണല്ലോ. അപ്പൊ അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന
ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മായ അടിപൊളിയായിട്ട് മീനുമായിട്ട് ജീവിച്ചൊരു സിനിമയാണ്. പക്ഷെ മായയുടെ ഓൾറെഡി ഒരു മാർഷൽ ആർട്സിൽ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായത് കാരണം ഉണ്ടായിരിക്കും നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയത് ആ സെക്കൻഡ് ഹാഫിലത്തെ പോർഷൻസ് ആയിരുന്നു. പക്ഷെ എങ്കിലും ജൂഡ്ചേട്ടൻ പറയും ഇപ്പൊ തുടക്കക്കാരി എന്ന നിലയിൽ മായയുടെ അഭിനയം കണ്ടപ്പോഴത്തെ ഒരു സംഭവം എന്തായിരുന്നു? അതുപോലെ തന്നെ മായ ആക്ഷൻ ചെയ്തിട്ടപ്പോഴത്തെ സംഭവം. മായക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. യാനിക്കൊക്കെ അവസാനം പോകാൻ നേരത്ത് ഞാൻ നോക്കുമ്പോൾ യാനിക് ചേട്ടാ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആഹാ 10-60 ദിവസം ഞാനിവിടെ ഷൂട്ട് ചെയ്തിട്ട് എന്നോടൊരു നല്ല വാക്ക്. അങ്ങനെയല്ല, മായക്ക് ഭയങ്കര എൻജോയ് ചെയ്ത ഏരിയ ഫൈറ്റ് ആയിരുന്നു. മായ ഫൈറ്റിൽ ഭയങ്കര ഇപ്പം ഞാൻ പറയും ഏതെങ്കിലും ഡയലോഗ് എന്തെങ്കിലും തെറ്റുമ്പോൾ ഞാൻ പറയും ഫൈറ്റ് വെക്കട്ടെ എന്ന് വെച്ചാൽ ഇവിടെ ചേട്ടാ നമുക്ക് ഫൈറ്റ് അപ്പം അങ്ങനെ ഭയങ്കര മായക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ ആ ഫൈറ്റ് സീക്വൻസ് ക്ലൈമാക്സിന്റെ ഒക്കെ ഭയങ്കര ചേച്ചിയും ആ മൂഡിലായിരുന്നു. ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റി. കാരണം ലൈക്ക് ഒരു ലോക്ക്ഡൗൺ പോലത്തെ ഒരു ഫേസിലും പിന്നെ ഈവൻ ആ ഇങ്ങനെ വാളിൽ ഇടിച്ച് താഴെ വീഴുന്നൊക്കെ ഭയങ്കര ഒരു എനർജി ഉണ്ടായി. ചേച്ചി തന്നെ പറഞ്ഞില്ലേ ഞാൻ ചെയ്യാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായി, കാരണം ഇങ്ങനെ കറങ്ങി പോയി ഇരിക്കാണല്ലോ. പക്ഷെ അതൊക്കെ ചേച്ചി പറഞ്ഞില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണല്ലോ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം അതെങ്ങനെയായിരുന്നു? കാരണം ആശിഷ് പഠിച്ചിട്ടില്ല, ഇതിനു വേണ്ടിട്ട് ട്രെയിൻ ചെയ്തതല്ലേ? ഞാൻ ആക്ച്വലി ചെറുതായിട്ട് പഠിച്ചു ഡിഫൻസ് അറിയാൻ വേണ്ടി. കാരണം അല്ലെങ്കിൽ മൊയ്തായ് ആണ് പഠിച്ചത് ചേച്ചി. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റൈൽ അറിയാൻ വേണ്ടി ഞാൻ ബിഗിനേഴ്സ് എടുത്തിട്ടുണ്ട് ഒരു ഡിഫൻസ്. കാരണം അല്ലെങ്കിൽ എനിക്ക് കിട്ടും. സിൽവർ മാസ്റ്റർ ആക്ച്വലി ഇവർ രണ്ടുപേരെയും നേരത്തെ ഒരു 3 ദിവസം ട്രെയിൻ ചെയ്തു. റോപ്സ് കൊണ്ടിട്ടു. മായയുടെ അടുത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ സംഭവങ്ങൾ വന്നപ്പോൾ എങ്ങനെയായിരുന്നു? എക്സ്പേർട്ട് ആണ്, ഇവിടെ പഠിച്ചു വന്നിട്ടുണ്ട്, ബട്ട് എങ്കിലും ശരി നിങ്ങൾക്കിടയിലുള്ള ഒരു സംഭവം. ഞങ്ങൾക്ക് ആ ടൈമിംഗ് എപ്പോഴും ഞങ്ങളുടെ കറക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നി. കൊടുക്കാൻ മാത്രം മതി എക്സ്പേർട്ട്, കൊള്ളുന്നതിനൊരു എക്സ്പേർട്ട്. പക്ഷെ പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു കംഫർട്ട് ഉണ്ടായി. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾ എല്ലാ സീൻ കഴിഞ്ഞാൽ സംസാരിക്കും, ഫീഡ്ബാക്സ് കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു റാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര രസമായി. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർഫുൾ ആയി ചെയ്യണമെന്നും നോക്കുന്നുണ്ടായി. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേച്ചി എസ്പെഷ്യലി ആ ഒരു കാണുമ്പോഴേ അറിയാം ഭയങ്കര എക്സ്പ്രസീവ് ആവുന്നു ആ ക്ലൈമാക്സിന്റെ സമയത്തും. പിന്നെ ആ ചേട്ടൻ പറഞ്ഞ ആ സീനൊക്കെ വിരൽ മുറിക്കുന്നൊക്കെ ഭയങ്കര രസമായിട്ടായിരുന്നു. അതൊക്കെ ചേച്ചി ഫുൾ നിങ്ങൾ ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്ന ആൾക്കാരാണ്. അപ്പം ഒരു സിനിമ വരുന്നു, ആ ഒരു സംഭവം ജൂട്ടേട്ടൻ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഈ സിനിമയുടെ സംഭവം വന്ന സമയത്ത് എന്തായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്? ഞാൻ ആക്ച്വലി അഭിനയിക്കാൻ ഒരു പ്ലാൻ ഇങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ മായ ചേച്ചി ആയതുകൊണ്ടും പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ട് ഞാൻ പിന്നെ കണ്ണടച്ച് ഓക്കെ പറഞ്ഞു. പിന്നെ ലാൽ സർ, ലാലങ്ക്, സുജി ആൻറ്റി, അപ്പ, ജൂട്ടേട്ടൻ എല്ലാവരും പേര് സജസ്റ്റ് ചെയ്ത് അവർ ഹാപ്പി ആയി എന്ന് അറിഞ്ഞപ്പോഴും അതിന് കൂടെ തന്നെ മായ ചേച്ചിയുടെ കൂടെ ഈ തുടക്കത്തിൽ ഭാഗാൻ പറ്റാ അഗൈൻ അത് ഞാൻ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും എല്ലാവർക്കും കിട്ടൂല. പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഞാൻ വിചാരിച്ചു ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യരുത്, സ്റ്റബൺ ആവരുത്. അപ്പൊ അങ്ങനെ ഞാൻ അതെടുത്ത് ചെയ്തത്. പ്രണവിന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മാർഷൽ ആർട്സിലും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം സിനിമ ഫസ്റ്റ് ഡേ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഇഷ്ടപ്പെട്ടു, ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ അടുത്ത് കുറെ ലൈക്ക് ആദ്യം ഞങ്ങള് ഒരുമിച്ച് കണ്ടിട്ടുണ്ടായി. അപ്പൊ കുറെ ഫീഡ്ബാക്സും പിന്നെ കുറെ അഭിപ്രായങ്ങളും പിന്നെ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അഭിപ്രായങ്ങളും അപ്ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫൈനൽ ഡേ ആയപ്പോഴും ഒന്നും നോക്കല്ല, നന്ന രസമുണ്ടായി. ചേട്ടൻ ഭയങ്കര ലൈക്ക് സിനിമയിൽ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് അറിഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈവൻ ലൈക്ക് ഫാമിലിയിലുള്ള എല്ലാവരും, എന്റെ ചേച്ചി, എന്റെ ബ്രദർ ഇൻ ലോ, ഹിസ് സിസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്ക് ആയപ്പോ അങ്ങനെ അറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം. ലാലേട്ടൻ ഒരു ചെറിയ റോളിലാണ് പടത്തിൽ വന്നിട്ടുണ്ടായത്. നമ്മൾ സാധാരണ ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോള് വരുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് ആ ഒരു ഹൈ ഇതിൽ പിടിക്കാതെ ആ ഒരു കുറച്ച് ഒരു ലോ പിടിക്കാൻ കാരണം എന്തായിരുന്നു? അത് ലാൽ സാറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയും അത് ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു ബാധ്യതയും. ലാൽ സാർ വന്ന് ഏതെങ്കിലും ഒരു സീൻ ചെയ്ത് ലാൽ സാറിന്റെ പടമായിട്ട് അങ്ങ് മാറും ആ പടം. പിന്നെ ലാൽ സാറിനായിരിക്കും ഫുൾ ക്രെഡിറ്റ് പോകും. അപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞത് മായയുടെ ഫസ്റ്റ് പടമായിട്ട് ചെയ്യുന്ന പടമാണ്. അപ്പോൾ കൂടുതൽ ഫോക്കസ് മായയുടെ ക്യാരക്ടറിലേക്ക് തന്നെ പോകണം. കഥയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന സീനായിരിക്കും അത്. പക്ഷെ അങ്ങനെ അങ്ങ് ഒരുപാട് വിട്ടു പോകാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാൽ സാറിൻ്റെ ഇൻട്രൊഡക്ഷൻ ഷോട്ട് എന്ന് പറയുന്നത് വെറുതെ ലാൽ സാർ താഴേക്ക് വരുന്ന ഫ്രെയിമിലേക്ക് അത്രേ ഉള്ളൂ ഷോട്ട്.
ഇത് കണ്ടപ്പോൾ പലരും, അതായത് സാറിൻ്റെ കൂടെ വന്ന പലരോട് ചോദിച്ചു ഇങ്ങനെയൊക്കെയാണോ ലാൽ സാറിൻ്റെ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് നമ്മളങ്ങനെ ഹൈ ആയിട്ട് അടിച്ചിട്ട് കാര്യമില്ല, കുറച്ച് ലാൽ സാറുണ്ട്, ക്യാരക്ടറാണ്. പക്ഷെ അതിന് ശേഷം ഫൈറ്റ് ആയാലും അങ്ങനെ ഭയങ്കര മാസ് ഫൈറ്റ് ഒന്നും അല്ല നമ്മൾ പ്ലാൻ ചെയ്തത്. സാധാരണ ഒരു ഹ്യൂമറൊക്കെ മിക്സ് ചെയ്തൊരു ഫൈറ്റാണ് പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ നമ്മൾ അപ്പോഴാണ് ഈ മാസ്റ്റർ നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ സീനിലെ മാസ്റ്റർ ആദ്യമായിട്ട് കാണുന്നത്. പടത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സും കൂടി ഉള്ളൂ പടഞ്ഞ് ബാക്കി. അപ്പം ആ സമയത്ത് ഒരാൾ വന്നിട്ട് അയാൾക്ക് മറ്റവർ തല്ലണം എന്നുള്ളതിന് ഇമോഷണൽ കണക്ഷൻ ഒന്നുമില്ല. നമുക്ക് മറ്റു ഗുണ്ടകളെ പോലും നമ്മളിപ്പോഴാണ് കാണുന്നത്. ആരാണ് ഗുണ്ടകളെന്ന് പോലും നമ്മളിപ്പോഴാണ് അറിയുന്നത്. ആ ഗുണ്ടകളെ ഇയാൾ എന്തിനു തല്ലണം എന്ന് വെച്ചാൽ നമുക്കൊരു കണക്ഷൻ ഇല്ല അവിടെ. പിന്നെ ആ പടം അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ലാൽ സാർ ഫാക്ടറാണ്. ലാൽ സാറിന് ഒരു ഫൈറ്റ് കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ വന്നിട്ടുണ്ടാവും, അവരെ എൻജോയ് ചെയ്യിപ്പിച്ച് വിടുക. അല്ലാതെ ആ സീൻ ശരിക്കും സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്ന സീൻ തന്നെയാണ്. പക്ഷേ എന്നിട്ടും അത് വീണ്ടും കഥയിലോട്ട് വന്നപ്പോൾ എല്ലാവരും ബ്ലെൻഡ് ആയി. അപ്പോൾ എനിക്ക് ലാൽ സാറിനെ വെച്ച് പടം ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ വേണം, പക്ഷെ അത് മീനുൻ്റെ കഥയിൽ നിന്ന് പോകാനും പാടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്ലാനിട്ട് ഏതാണ്ടൊക്കെ വർക്കായി. നമ്മൾക്ക് അത് ആ ഒരു ഹൈപ്പിന് വേണ്ടിട്ട് തന്നെയായിരുന്നു ലാലേട്ടൻ ആ ഒരു കഥാപാത്രത്തെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതായത് ലാൽ സാറിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയിലൊരു ക്ലൈമാക്സിലൊരു ഹൈ പോകുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് പടം കുറച്ചൊന്ന് താഴോട്ട് പോയാലാണ് ഈ ഹൈ ഫീൽ ചെയ്യുള്ളൂ ആളുകൾ. അപ്പം അങ്ങനെ പടം ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് ഹൈ താഴോട്ട് പോയി ഷാടാ ഇതിൽ ആകടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന സമയത്താണ് ലാൽ സാറിൻ്റെ ക്യാരക്ടർ വെച്ചത്. കാരണം അവിടെ അങ്ങനത്തെ ലാൽ സാർ അല്ലാതെ ആര് വന്നിട്ടും അവിടുത്തെ ലാഗ് മാറൂല. ലാൽ സാർ വന്നപ്പോൾ അത് ഒരു 15 മിനിറ്റോളമായിട്ട് നമ്മളിങ്ങനെ ബോറടിച്ചിരുന്ന ആളുകൾ ഒന്ന് ചാർജായി, പിന്നെ താഴോട്ട് പോയിട്ടില്ല. പിന്നെ നമ്മൾ ഹൈ പോയിന്റ് വരെ അതൊരു എന്താ പറയുക, അതൊക്കെ ഒരു യോഗം ഇങ്ങനെ ഒത്തുവരും. നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ചിലതൊക്കെ വർക്കാവും, ചിലത് വർക്കാവാറില്ല. പക്ഷെ ഇതിലെന്തോ ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം വർക്കായി. ഇപ്പൊ മായയുടെ ആയാലും പ്രണവിന്റെ ആയാലും രണ്ട് തുടക്ക മൂവീസിലും ലാലേട്ടൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതും ഒരു കോയിൻസിഡൻസ് ആണോ അതോ അങ്ങനെ? അല്ല, അത് എന്നോടത്ത് ശരിക്കും നമ്മളൊരു കഥ പറയുമ്പോൾ തന്നെ മാസ്റ്റർ ക്യാരക്ടർ ആദ്യം ഇല്ലായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു പരിപാടി അമ്മയുടെ ത്രൂ ആണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ ആനച്ചേട്ടൻ എന്തെങ്കിലും പറയാറുണ്ട്, ആശീർവാദിൻ്റെ എല്ലാ സിനിമകളിലും സാറുണ്ടാവും, അപ്പോൾ എങ്ങനെയെങ്കിലും ലാൽ സാറും ഞാനും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ട നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റിയാൽ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി ആലോചിച്ചത് ഇത് എവിടെ കൊണ്ട് കേട്ടു. കാരണം എനിക്കാണ് ഈ പടത്തിൽ അപ്പം തോന്നിയൊരു ഐഡിയ ആണ് ഈ മാസ്റ്റർ എന്നുള്ള ക്യാരക്ടറും. അപ്പം ഞാൻ പോയി പറഞ്ഞു ആനച്ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനൊരു ക്യാരക്ടർ വേണം. അപ്പോൾ നമുക്ക് ലാൽ സാറിനോട് പറയാമെന്ന് ലാൽ സാറിനോട് പോയി പറഞ്ഞു. അപ്പോൾ സാറിനോട് വെച്ച് ഈ മാസ്റ്റർ ആരാ ചെയ്യുന്നത് എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ലാൽ സാർ ചെയ്താൽ നന്നായിരിക്കും. അപ്പം തന്നെ സാർ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചോദിക്കാതിരിക്കുമായിരുന്നു, എനിക്ക് തരുമെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ലാൽ സാറിനെ വെച്ച് ഒരു ഷോട്ട് എടുക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ക്യാരക്ടറായിട്ട് എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്യുന്ന ദിവസം ഈ പറഞ്ഞ എല്ലാവരും ഫുൾ സൈലൻസ് ആയിട്ടിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ലാൽ സാറിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് പോയി. പിന്നെ ലാൽ സാർ ഒരു ആക്ടറാണ്, അപ്പം എന്നോട് ചോദിക്കും സാർ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ. അപ്പം പിന്നെ നമ്മൾ ആ മൂഡിലോട്ട് വരും. കാരണം പിന്നെ ലാൽ സാറല്ല അവിടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി പടത്തിൻ്റെ പാക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിരിക്കുമ്പോഴാണ് എടാ ഞാൻ ലാൽ സാറിനെ വെച്ച് ഷൂട്ട് ചെയ്തു എന്നുള്ളൊരു സത്യം ഞാൻ തിരിച്ചറിയുന്നത്. അത്രയും ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അത്രയും അങ്ങനെ എല്ലാവരും അതെ, നമ്മുടെ പടത്തിലുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ലാൽ സാർ വരുന്ന സമയത്തൊക്കെ. അതെ, ഇപ്പൊ പറഞ്ഞത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സംഭവം കൂടിയിട്ടാണ്. ഇപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടു വളർന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെറുപ്പകാലത്തായാലും ഇപ്പോഴായാലും ആ ഒരു ആത്മബന്ധം കണ്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിനെങ്ങനെയാ നിങ്ങൾ കണ്ടു വളർന്നിട്ടുണ്ടായിരുന്നത് ആന്റണി ചേട്ടനും ലാലേട്ടനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവത്തിന്റെ? അത് ഞാൻ അങ്ങനെ ശരിക്കും ആലോചിച്ചിട്ടില്ല. അപ്പ പിന്നെ ലാലേട്ടൻ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പറയാ, അല്ല ഈ നമ്മളെ മനസ്സിലാക്കി ഈ 2 പേഴ്സണാലിറ്റി സാറിനുണ്ട് അനുജനുണ്ട് കുറെ ക്വാളിറ്റീസ്, ടൈമിങ്. അതെ രണ്ടുപേരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ടൈമിങ്ങില് രണ്ടുപേരും സൂപ്പറാ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നടത്തുന്നിടം വരെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ആനിച്ചേനെങ്കിലും ഇപ്പം യൂക്കിനോടെ ചോദിച്ചിരുന്നാൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഈസ് എ ബ്രില്യൻ പ്രൊഡ്യൂസർ, ഈസ് എ ബ്രില്യൻ ഫിലിം മേക്കർ. അതായത് ചുമ്മാ ഒരു കഥ കേട്ടിട്ട് പോയി ചാടി സിനിമ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ആശീർവാദം അങ്ങനെയല്ല. എനിക്കിത് മനസ്സിലാക്കി കഥയിലെല്ലാം ഇൻവോൾവ് ആയി അതിനകത്ത് സജഷൻ പറയുന്നുണ്ട് കാര്യങ്ങൾ. പിന്നെ അതൊരു പ്രൊഡക്ഷൻ
എന്ന് പറയുന്നത് ഒരിക്കലും ഏറ്റവും ഭയങ്കര റിസ്ക് ഉള്ളൊരു എലമെന്റാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 100%. ഇത്രയും പേരെ പ്ലീസ് ചെയ്യുക, ഇത്ര ആക്ടേഴ്സ്, സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ടായിക്കൊടുത്ത പ്രൊഡക്ഷൻ, ഐ മീൻ ഷൂട്ടിങ്ങിന്റെ സൗകര്യങ്ങൾ, ഒരു ഡയറക്ടർക്ക് വേണ്ട കാര്യങ്ങൾ മിക്കവർ ടു കൺവിൻസ് എ പ്രൊഡ്യൂസർ ഈസ് നോട്ട് ഈസി അല്ലേ. അതെ, വേണ്ട ആ കാര്യത്തിലൊക്കെ എനിക്ക് പക്ക. എനിക്ക് അത് ഞാൻ പറയുന്നതിനൊക്കെ അല്ല, ഇത് നേരത്തെ ചോദിച്ചതിന്റെ ലാൽ സാറും അനുചേട്ടനും അവിടെ നിൽക്കുന്ന അവർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വെറുതെ ഒരു നോട്ടമൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം തന്നെ കാര്യം രണ്ടുപേർക്കും മനസ്സിലാവും. ഇങ്ങനെ ലാൽ സാർ ഇങ്ങനെ നോക്കും, അപ്പം അനുചേട്ടൻ സാർ അപ്പം ഞാൻ അത് അതെനിക്ക് തോന്നുന്നു അത്രയും ആത്മാർത്ഥത ഉള്ളതാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. നമുക്ക് കാണുമ്പോൾ ഞാൻ എത്രയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളിടയ്ക്ക് പറയാറുണ്ട്, എല്ലാവരുടെ ലൈഫിൽ ഒരു മോഹൻലാലും ഒരു ആന്റണി പെരുമ്പാവൂരും വേണം നമ്മൾ പറയാറുണ്ട്. കാരണം അത്രയും രസമാണ് അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവർ തമ്മിലുള്ള നമ്മൾ പബ്ലിക് പ്ലേസിലായാലും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ അത് നേരിട്ട് കണ്ട ആള് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കണ്ടു വളർന്ന ആള് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഭയങ്കര പാടാ. അങ്ങനെയാണ് അവരുടെ ഒരു ബന്ധം. കോംപ്ലിമെന്റ് ഈച്ച് അതർ ഭയങ്കര നന്നായിട്ട്. ഇപ്പം ബോബി ചേട്ടൻ ആന്റണി ചേട്ടനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പം ഈ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ ഒരു എന്താ പറയാ സിൻസിയറിറ്റി, ഇത് ഈ സംഭവങ്ങളെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇന്ന് ആശീർവാദ് ഇത്രയും ഇതിലൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. ആ ഒരു സംഭവം അച്ഛൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചത് അല്ലെങ്കിൽ കണ്ടു വളർന്ന ഒരു സംഭവം, അതിനെങ്ങനെയാ പറയാൻ പറ്റുക? അത്രയ്ക്കെന്ന് അങ്ങനെ എത്തി. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കൂല. അതായത് ആശിഷിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ മകനാണെന്നുള്ള യാതൊരു, ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഞാനൊക്കെ ഇതങ്ങ് പ്രൊഡ്യൂസറുടെ മോനായിരുന്നു, ഇവിടെ ഞാൻ എല്ലാത്തിനും ചവിട്ടി പോകുന്ന. അതായത് നമുക്ക് ഞാനിപ്പോ പറയുമ്പോഴാണ് പുള്ളി അതിനെ പറ്റി നമുക്ക് ചിന്തിക്കുന്നത്. കാണുമ്പോൾ ശരിക്കും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതോ ഇനാഗുറേഷൻ എന്തോ ആശീർവാദിന്റെ തിയേറ്റർ എന്തോ ഇനാഗുറേഷൻ ഇവൻ കയറി പോയപ്പോൾ ഇവനെ അവിടെ ഉണ്ടായിരുന്ന ബൗൺസേഴ്സ് കയറ്റിയില്ല, പിടിച്ച് മാറ്റി നിർത്തി. അപ്പൊ എന്നിട്ട് ഇവൻ ഒന്നും പരാതിയും പറയാതെ അവിടെ മാറി നിന്നു. ആരോ അറിഞ്ഞ് വിളിച്ചുകൊണ്ട് കയറ്റി. കവിതയിലും അതെ, ദൃശ്യത്തിന്റെ അല്ല ദൃശ്യാണോ കേറ്റിവിട്ടില്ല, ഇല്ല എന്നെ പിടിച്ചു മാറ്റി പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ ബേസിലേട്ടാണ് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ആശീർവാദിന്റെ എനിക്ക് തോന്നുന്നു ഓവർസീസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആശിഷാണ്. അത് പലർക്കും അറിയില്ല. ആശിഷാണ് അതൊക്കെ മാനേജ് ചെയ്യുന്നത്. ആശിഷ് ശരിക്കും ദുബായിൽ സ്ഥിരമായിട്ട് അവിടെയാണ് മെയിൻ അവന്റെ ഏരിയ. ഇങ്ങനെ ഇതിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ് ആശിഷ് കുറച്ചാൾ ഇന്ത്യയിൽ വന്ന് നിന്നത്. ഈ സെറ്റില് ടെമ്പർ തെറ്റുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആണോ? അങ്ങനെയാണോ? പക്ഷെ അത് അതിനിപ്പോ കുഴപ്പമില്ലല്ലോ. ഞാൻ കുപ്പി എടുത്ത് വെളിയിൽ വന്നിട്ട് ജീപ്പിന്റെ ബോണ്ട് വെച്ചിരുന്ന് അടിക്കുമ്പോ അയ്യോ, ആ ജീപ്പിന് ഡ്രൈവർ ഇരിപ്പുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ന്യൂട്രലില്ല. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വിടാൻ പറഞ്ഞു, ഗിയർ ഇട്ടിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? അപ്പൊ ഇയാൾ അതിനകത്തിരിപ്പുണ്ട്. ഷോട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ നൈറ്റാ എനിക്കിങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ രണ്ട് കണ്ണിരിക്കുന്നു. അത് എത്ര 10 ടേക്ക് എന്തോ 10 ടേക്ക് പോയി. 10 ടേക്ക് പോയതിനു ശേഷമാണ് ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ അസോസിയേറ്റ് ആണ് എൻ്റെ അടുത്തൊന്ന് ചോദിക്കുന്നത്, ചേട്ടാ ഇവർ രണ്ടുപേരും കൂടി വെള്ളം അടിച്ചിട്ട് മറ്റേ പുള്ളിക്ക് എന്താ വെള്ളം കൊടുക്കാത്തത്, മദ്യം കൊടുക്കാത്തത്? അപ്പൊ ചേട്ടാ ഡ്രൈവർ അതിനകത്തിരിക്കുന്നു. ഞാൻ അപ്പൊ എന്റെ അസോസിയേറ്റ് ഉണ്ട്, എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരുണ്ട്, എല്ലാവരും അവിടെ നിൽക്കും. ഞാൻ മോണിറ്ററിലാണ് നിൽക്കുന്നത്. രാത്രി എനിക്കൊന്നും കാണാൻ പറ്റില്ല. അവിടെ പോയി നോക്കാം. ഇത്രയും ആൾക്കാർ ഇരുന്നിട്ട് ഒരുത്തിനെങ്കിലും ഇത് പറയണ്ടടാന്ന്. അയാൾ പറഞ്ഞു ചേട്ടാ ഇതിന്റെ ന്യൂട്രൽ ഇല്ലാത്തോണ്ട് കയറി ഇരുന്നാണ്. പിന്നെ അയാളെ പിടിച്ച് മാറ്റി ന്യൂട്രൽ നമ്മള് 9:30 വരെയാണ് യൂഷ്വൽ ടൈം രാത്രി. അപ്പൊ നമ്മളെ ഓൾറെഡി 9:15 കണ്ടായി. അതിന് വേണ്ടി ഒന്നും കൂടി എടുത്തത് ചിലപ്പോൾ 9:45 ആവും. 9:45 എന്ന് പറഞ്ഞൊരു മണിക്കൂറാണ് എക്സ്ട്രാ എടുക്കുന്നത്. പക്ഷേ മണിക്കൂർ കൊണ്ട് സംഭവിക്കുന്ന ബാറ്റയുടെ എമൗണ്ട് മാറും. പ്രൊഡക്ഷൻ മൊത്തത്തിൽ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിന് ലേറ്റ് ആവും. അപ്പം ഇതൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അവിടെ അത്രയും ആളുകൾ ഉണ്ടായിട്ട് ഒരുത്തിന് പോലും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അന്ന് ഒറ്റ കാരണം കൊണ്ടാണ് ഫസ്റ്റ് ഡേ സംഭവിച്ച കാര്യം. അന്ന് 2 അസിസ്റ്റന്റുമാരെ ഞാൻ പറഞ്ഞോട്ടു. ഒരാളെ പറഞ്ഞുവിടാൻ കാരണം റീസൺ ഉണ്ട്. അതായത് ഞാൻ ഈ പടത്തില് AD ആയിട്ട് വെക്കുന്ന സമയത്ത് ഞാൻ ഇവരുടെ അടുത്ത് പറയും, ഇത് എല്ലാവർക്കും കിട്ടുന്ന ചാൻസ് അല്ല, നിങ്ങൾ ദയവ് ചെയ്ത് വൃത്തിയായിട്ട് ചെയ്യണം ഈ പണി. ഒരുപാട് പേര് പുറത്ത് വെയിറ്റിംഗ് ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞുവിടും. ആ കണ്ടീഷനിൽ വേണമെങ്കിൽ മാത്രം വന്നത്. ചേട്ടാ ഞങ്ങൾ കൊന്നാലും പോകില്ല എന്നൊക്കെ പറഞ്ഞു വന്ന 2 പേരായിരുന്നു. അല്ല, ഒരാൾ ഇവന് വാക്സിൻ എടുക്കുന്ന ഷോട്ടാണ്. അപ്പോൾ അതിൽ ചുവന്ന ബോക്സ് തുറന്നു വെച്ചിട്ടാണ് ഒരു ഷോട്ടിൽ എടുത്തിരിക്കുന്നത്. അടുത്ത ഷോട്ടിൽ ബോക്സ് അടച്ചു വെച്ചു. വീണ്ടും വേറെ ഷോട്ട് എടുത്തപ്പോൾ തുറന്നു വെച്ചു. അപ്പോൾ ഇത് ചെയ്തവനെ ഞാൻ പറഞ്ഞു, നീ ഇത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ന്യായീകരിച്ചു അതിനെ. ഞാൻ പറഞ്ഞു ചേട്ടാ പൊക്കോ, അത് നല്ലതെന്ന് പറഞ്ഞു. അവനെ പറഞ്ഞു
അപ്പോൾ മറ്റവൻ പറഞ്ഞു "ശ്ശോ, നീ കഷ്ടമായി പോയി" എന്ന് പറഞ്ഞു. മറ്റവനാണ് ഈ ഡ്രൈവറെ കയറ്റിയിരുത്തിയത്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ വരണമെന്നില്ല, സാറിൻ്റെ സേവനത്തിന് നന്ദി. അതെന്താ പറയുക, അത് അവർക്ക് കിട്ടുന്നൊരു പ്രിവിലേജാണ് ഒരു പടത്തിൽ വർക്ക് ചെയ്യുക. അപ്പം ഞാൻ അസിനേറ്ററായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ഞാൻ ആ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സിനിമയുടെ ഔട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ നമ്മൾ വിളിച്ചിരിക്കുന്നത് ഏടിയായിട്ട് വർക്ക് ചെയ്യാനാണ്, അല്ലാതെ നമ്മളവിടെ ചെന്ന സ്റ്റാറല്ല. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടുന്ന അവസരം കളഞ്ഞിട്ടാണ് ഇവർ കയറി വന്നത്. അത് എത്രയോ പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവരടുത്ത് ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര ഫ്രീഡം ഉള്ള ആക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഞാൻ അവിടെ അടുത്തൊക്കെ പറയും, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറയും അങ്ങനെയല്ല ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. പക്ഷെ അവർ ഞാൻ ഭയങ്കര കമ്പനി ആയിരിക്കും. അപ്പം ചിലപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും നീ എന്താണ് കാണിക്കണത്, അങ്ങനെ ദേഷ്യപ്പെടാറ്. അല്ലാതെ എനിക്ക് യാതൊരു പേഴ്സണൽ ബന്ധമില്ലാത്ത ഒരു ആക്ടറോടോ ഒരു ടെക്നീഷ്യനോടോ ഞാൻ ദേഷ്യപ്പെടാറില്ല. എല്ലാ മനുഷ്യരും പെർഫെക്ഷനും അങ്ങനത്തെ എല്ലാം തികഞ്ഞവരല്ല. എന്നാലും എൻ്റെ മിസ്റ്റേക്കാണ് ഈ ദേഷ്യം എന്നുള്ള അത്ര നല്ല കാര്യമല്ല. ഒരിക്കലും ആരും അങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ വൃത്തിയായിട്ട് സിനിമ ചെയ്യാം. അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ചില സമയത്ത് പറ്റാറില്ല. അത് കുഴപ്പമില്ല. ക്രാഫ്റ്റിന് വേണ്ടിയാണ്, അതെ, സത്യം. ആ ഒരു ഔട്ട്പുട്ടിന് വേണ്ടി മനസ്സിലാക്കുമ്പോൾ ഓക്കെയാണ്. അപ്പൊ എന്തായാലും ഗംഭീര തുടക്കമായിരുന്നു രണ്ടു കൂട്ടരുടെയും. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ കൂടുതൽ സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആശിഷിന്റെയും ലാലേട്ടന്റെയും തമ്മിലുള്ള ഒരു അവരുടെ അഭിനയത്തിൽ അല്ലെങ്കിൽ അവരുടെ സിനിമയിൽ സംഭവിച്ച ഒരു ചെറിയൊരു കോയിൻസിഡൻസിന്റെ കാര്യം. ലാലേട്ടൻ ജസ്റ്റ് ഫസ്റ്റ് സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ പോലെ വന്ന് പോയി. ഇദ്ദേഹം അതെ അങ്ങനെ തന്നെ ചെയ്തു. രണ്ടാമത്തെ പടത്തിൽ വില്ലനായിട്ടാണ് വന്നത് ഇദ്ദേഹം. അല്ലേ, അങ്ങനെയാണ് മഞ്ഞുവിരിഞ്ഞ പൂക്കളില്. ഞാൻ പെട്ടെന്നാണ് അതിന്റെ ഒരു സംഭവം എനിക്ക് തോന്നിയത്. അപ്പം ഗംഭീരാവട്ടെ, ആ ഒരു വില്ലനായിട്ടാണ് സിനിമയിൽ തുടങ്ങിയിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. താങ്ക് യു സോ മച്ച്.